ഒരു ചോദ്യം. വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാ കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ എൽദോസിനെ. നമസ്കാരം. പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് കേരളത്തിന്റെ ശാപമെന്ന് രാഹുൽ ഈശ്വർ. പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു. നടി ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ കൈക്കൊണ്ട നിലപാടിനെ വിമർശിച്ച വീണ നായരോടായിരുന്നു രാഹുലിന്റെ ഈ ചോദ്യം. ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കിയ സരിത നായർക്കെതിരെയോ നിവിൻ പോളിയെ കള്ളക്കേസിൽ കുടുക്കിയവൾക്കെതിരെയോ കേസെടുക്കണമെന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് വീണയുൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന് ഇല്ല എന്ന് രാഹുൽ ഈശ്വർ ചോദിച്ചു. സ്വന്തം പാർട്ടിയിലെ എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെ വ്യാജ പരാതി കൊടുത്ത യുവതിക്കെതിരെയും കേസെടുക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് വീണയ്ക്കൊന്നും കഴിയുന്നില്ല? എന്നാൽ ബോച്ചയ്ക്കൊപ്പമല്ല, താൻ 1000 ഹണി റോസുമാർക്കൊപ്പമാണ് എന്നായിരുന്നു വീണ നായരുടെ എതിർവാദം. രാഹുലിനെതിരെ നടി ഹണി റോസും രംഗത്ത് വരികയുണ്ടായി. സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ രാഹുൽ ഈശ്വർ നിർവീര്യമാക്കുകയാണ് എന്നും അദ്ദേഹം പൂജാരിയാവാതിരുന്നത് നന്നായി എന്നുമായിരുന്നു ഹണി റോസ് പറഞ്ഞത്. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ പൂജാരിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ എന്നുമായിരുന്നു ഹണി റോസിന്റെ പരിഹാസം. ഒരു ചോദ്യം. വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാ കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ എൽദോസിനെ അങ്ങ് എന്തായാലും ഇടപെടുന്നുണ്ട്. ഞാനും ഇടപെട്ട് സംസാരിക്കാം. ആര് കൂടുതൽ സംസാരിക്കുമോ നമുക്ക് നോക്കാം. അതായത് ന്യൂസ് 18 ചാനലിന്റെയും യൂട്യൂബിന്റെയും താഴെ വരുന്ന കമന്റുകൾ, രാഹുൽ ഈശ്വറിന്റെയും താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ പൊതുബോധവും പൊതുമണ്ഡലവും ഏതാണെന്ന് അറിയാൻ പറ്റും. പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാം, പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ഹണി റോസിനോട് ബഹുമാനപുരസരമായ വിമർശനം വെക്കാൻ ഈ നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാകണം. ഹണി റോസ് മദർ തെരേസ അല്ലല്ലോ. മദർ തെരേസയ്ക്ക് എത്ര ആദരവുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഹണി റോസിനെയും രാഹുൽ ഈശ്വറിനെയും ബോച്ചയെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. ബോച്ചയുടെ വാക്കുകൾ 100% തെറ്റാണ്. 100% തെറ്റാണ്. എന്നാൽ ബോച്ചെ ആ 1 മിനിറ്റിന്റെ തമാശയ്ക്ക് വേണ്ടി 3 വർഷം പിടിച്ചിടരുത്. അത് അന്യായമാണ്, അനുപാതികമല്ല, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണ്. 2, ആർട്ടിക്കിൾ 19 എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് പ്രകാരം ഉള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന വകുപ്പാണ് ഞാൻ ഉയർത്തിക്കാട്ടുന്നത്. ഇത് ഭരണഘടനയിലുള്ള കാര്യമല്ലേ? ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡീസൻസി പിന്നെ എന്താണ്?